എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചാലക്കുടിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സനീഷ് കുമാർ ജോസഫിന് ലഭിച്ച വോട്ടുകൾ നോക്കുമ്പോൾ അതിലൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. സ്വാഭാവികമായിട്ട് ചാലക്കുടി നഗരസഭയായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുക. കാരണം 40ഓളം വരുന്ന ബൂത്തുകളുള്ള ഒരു പ്രദേശമാണ് ചാലക്കുടി നഗരസഭ. അതുകൊണ്ട് തന്നെ 4800 ചില്ലറ വോട്ടുകളുടെ ഭൂരിപക്ഷം ചാലക്കുടി നഗരസഭയിൽ നിന്ന് തന്നെ സനീഷ് കുമാർ ജോസഫിന് ലഭിച്ചു. അടുത്തത് സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ളവർ ചിന്തിച്ചത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തായിരിക്കും. കാരണം കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലാണ് യു ഡി എഫിന് ഒരു എതിരില്ലാത്ത രീതിയിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായത്. അത്രമാത്രം സ്വാധീനം യു ഡി എഫിന് കാടുകുറ്റിയിലുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്ത് വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റൽ വോട്ടടക്കം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4300 അടുത്ത് വോട്ടുകൾ ഭൂരിപക്ഷം സനീഷ് കുമാർ ജോസഫിന് കൊടുത്തിട്ടുണ്ട് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. ചാലക്കുടി നഗരസഭയായിട്ട് നോക്കുമ്പോൾ 500 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാർട്ടിയെ നയിക്കുന്ന ചില ആളുകളുണ്ട്. പാർട്ടിയെ നയിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിരിക്കും ആ പ്രദേശത്തൊക്കെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഈ കൊരട്ടി പോലുള്ള ഒരു വലിയ നേതാക്കൾ, പാരമ്പര്യം കൊണ്ടും പഴക്കം കൊണ്ടും ഒക്കെ ഒരുപാട് നേതാക്കളുള്ള ഒരു സ്ഥലത്തേക്ക് അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസിനെ പോലൊരു ചെറുപ്പക്കാരൻ ഈ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ലീല ചേച്ചി ലീവ് എടുത്ത് പോയപ്പോഴാണ് ആൽബിൻ പൗലോസിന് ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റിന്റെ ചാർജ് ലഭിച്ചത്. പക്ഷെ നമ്മൾ അന്നൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ആൽബിൻ പൗലോസിന് അത് കൊടുത്തത് ശരിയായില്ല. കാരണം ആൽബിൻ പൗലോസ് ഇപ്പോഴാണ് വന്നുള്ളൂ. ആൽബിൻ പൗലോസ് ഇപ്പോൾ വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൽബിൻ പൗലോസ് ഇത് കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നില്ല, സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ആ സമയത്ത് നടത്തിയത്. പക്ഷെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ അട്ടിമറിയാണ്. കാരണം ആൽബിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും ആ കൊരട്ടി ഗ്രാമപഞ്ചായത്ത്, അതായത് ഇത്രയേറെ വിമത ശല്യം ഉള്ള മറ്റൊരു പഞ്ചായത്ത് ഉണ്ടായിരുന്നില്ല ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ. അത്രയേറെ വിമത ശല്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്ഭുതകരമായ വിധം ആ വിമത കൂട്ടങ്ങളെല്ലാം ഒരു വശത്താക്കിക്കൊണ്ട് കോൺഗ്രസ് അവിടെ വലിയ മുന്നേറ്റമാണ്. 13 സീറ്റുകൾ, ചരിത്രത്തിലില്ലാത്ത 13 സീറ്റുകളുടെ വലിയ വിജയമാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നേടിയത്. ഇതിന് തീർച്ചയായിട്ടും നേതൃത്വം കൊടുത്തത് ആൽബിൻ പൗലോസ് ഉൾപ്പെടെയുള്ള കൊരട്ടിയിലെ ഒരു കോൺഗ്രസ് ടീമാണ്. നമ്മളൊരു ടീമിന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവിന് സാധിക്കുമ്പോഴാണ്, ആ നേതാവിനോടൊപ്പം ആ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇനി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേപോലെ തന്നെ പഴയ വിമതർ വീണ്ടും പ്രശ്നമുണ്ടാക്കും, സ്വാഭാവികമായിട്ട് വോട്ട് മറിക്കും എന്നൊക്കെ ഇതുകളുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ട കാഴ്ച ആവർത്തിക്കാനേ സാധ്യതയുള്ളൂ എന്നൊരു വിലയിരുത്തിയിരുന്നു. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായിട്ട് ജയിച്ച ആൾ പോലും ഇപ്പോൾ പാർട്ടിക്ക് കത്ത് കൊടുത്ത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ചാലക്കുടി നഗരസഭയിൽ 4800 ചില്ലറ വോട്ട് ഭൂരിപക്ഷം സനീഷ് കുമാർ ജോസഫിന് കൊടുത്തപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഏകദേശം 4300 ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ കൊരട്ടിയിൽ നശിച്ചിട്ടില്ല. 2 പ്രാവശ്യം തുടർച്ചയായിട്ട് LDF കൊരട്ടി പഞ്ചായത്ത് ഭരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷ കോൺഗ്രസ് പാർട്ടി അപ്പാടെ തകർന്നു പോയിരുന്നായിരുന്നു. പ്രത്യേകിച്ച് ഡെന്നിസ് കാനനെ പോലുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്നും പോകുന്നു. അങ്ങനെ വലിയൊരു വിടവ് കൊരട്ടിയിൽ സൃഷ്ടിച്ചു എന്നൊക്കെയായിരുന്നു വിലയിരുത്തൽ. പക്ഷേ കൊരട്ടിയിൽ കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുകയാണ്. അതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസിന് ഇനിയും ഒത്തിരിയേറെ പ്രതീക്ഷാ നിർഭരമായ നാളുകൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് വരാനുണ്ട്. കാരണം ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിന്റെ അകത്ത് ഒരു കേഡറീസോ അല്ലെങ്കിൽ സെമി കേഡറീസോ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ വരുമ്പോഴാണ് ഒരു ടീം വർക്ക് നടക്കുന്നത്. അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസ് അതിന് ചേർന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്ത ഒരാളാണ്. പക്ഷേ ഇന്ന് ഈ 2 തെരഞ്ഞെടുപ്പ് വിജയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഞാൻ അതിനെപ്പറ്റി പറയാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഈ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് വേറൊരു കാര്യത്തിന് വേണ്ടി നോക്കുമ്പോഴാണ് ഈ 4300 ചില്ലറ വോട്ടിന്റെ അടുത്തുള്ളൊരു ഭൂരിപക്ഷം കൊരട്ടി പഞ്ചായത്ത് നൽകുന്നു എന്ന് പറയുമ്പോൾ, ഒരുപാട് കോൺഗ്രസിനകത്ത് വിമത നീക്കങ്ങളുള്ള ഒരു പഞ്ചായത്തായിരുന്നു. പക്ഷേ വിമതരൊന്നുമില്ല. ടീം കോൺഗ്രസ് കൊരട്ടിയിൽ വളരെ ഉഷാറാണ്. ഇനിയും ചിലപ്പോൾ 5000-ന് മേലേക്കൊക്കെ ഭൂരിപക്ഷം വരികയും ഒരു ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ തുടർ പഞ്ചായത്ത് ഭരണം കൊരട്ടിയിൽ കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസിനും കൊരട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.